തൃശൂർ ഒളരി പുല്ലഴി റോഡ് നിർമ്മാണത്തിനായി കയ്യേറ്റ ഭൂമി എന്നാരോപിച്ച് ഭൂ ഉടമകളുടെ വീടുകളും മതിലുകളും പൊളിച്ചു നീക്കിയതായി പരാതി. ഹൈക്കോടതിയെ സമീപിച്ച് ഭൂ ഉടമകൾ സ്റ്റേ ഓർഡർ വാങ്ങിയിരുന്നു. എന്നാൽ വ്യാജരേഖകൾ ചമച്ച് സ്റ്റേ മറികടന്ന് വസ്തുവകകൾ പൊളിച്ചു നീക്കിയതായിട്ടാണ് ആരോപണം. 2022 ജനുവരിയിലാണ് തൃശൂർ ഒളരി പുല്ലഴി റോഡിന് സമീപമുള്ള ഭൂ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ ഓർഡർ വാങ്ങുന്നത്. എന്നാൽ അതിനെ മറികടക്കാനായി PWD ഉദ്യോഗസ്ഥർ ഒരു മീറ്റിംഗ് വിളിക്കുകയും രണ്ടാമതും പൊളിച്ചു നീക്കുവാനുള്ള നോട്ടീസ് നൽകുകയുമായിരുന്നു. പിന്നീട് 2022 ഡിസംബറിൽ പുറമ്പോക്ക് ഭൂമിയിൽ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച് വസ്തുവകകൾ പൊളിച്ചു നീക്കുകയും 2023 റോഡ് പണി ആരംഭിക്കുകയും ചെയ്തു. 50 വർഷമായി കരമടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന രേഖകളുള്ള വസ്തുവകകളാണ് ഇവയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ദുരുദ്ദേശപരമായി തെറ്റായ സർവേ നടത്തിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആധാരപ്രകാരമുള്ള അളവ് പ്രകാരം എൻ്റെ ഭൂമി ഇപ്പോൾ എനിക്ക് കുറവാണുള്ളത്. 22 ദിവസം കൊണ്ട് കാന കോരി സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ചെയ്ത് വൃത്തിയാക്കി തരാമെന്ന് അന്ന് PWD സർവേയർ കൂടെ വന്ന് പറഞ്ഞതാണ്. ആ പ്രകാരം ഇത് പൊളിച്ചിട്ടിട്ട് ഇവർ ഈ നിമിഷം വരെ ഇപ്പോൾ ഇതൊരു 2.5 വർഷത്തോളമായിട്ട് ഇവിടെ ഒരു കാനയുടെ പണി അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ ഉപദ്രവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വീടിൻ്റെ ഒരു റോഡിൻ്റെ വലിപ്പത്തിൽ എത്ര അധികം ആവശ്യം വേണോ, ഭൂമി വേണോ, അതിനേക്കാൾ കൂടുതൽ ഭൂമി നമ്മൾ അളന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരൊരു പണിയും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്. നിരവധി മതിലുകളും വീടുകൾ ഭാഗികമായും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ച് ബലമായാണ് പൊളിച്ചു നീക്കിയതെന്നാണ് ഭൂ ഉടമകൾ പറയുന്നത്. ഈ റോഡിൻ്റെ പല ഭാഗത്തും പുറമ്പോക്കെന്ന വ്യാജേന ഇന്ന് ഹൈക്കോടതി വിധി വന്നപ്പോൾ അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പുറമ്പോക്കെന്ന വ്യാജേന എന്ന് തന്നെ പറയുന്നുണ്ട്. പുറമ്പോക്കെന്ന വ്യാജേന പല വീടുകളും ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. വസ്തു നഷ്ടമായിരിക്കും, നഷ്ടമായി പൊളിച്ചു. അവർ വളരെ പോലീസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നിർബന്ധമായി പോലീസിനെ കൊണ്ടുവന്നിട്ടും പിന്നെ അതുപോലെ തന്നെ വേറെ ലോക്കൽ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് പൊളിച്ചു. ലോക്കൽ ഗുണ്ടകളുടെ സപ്പോർട്ടുണ്ടായിരുന്നു ഈ വക കാര്യങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. 2024 റോഡ് പണി അവസാനിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്ന 7 മീറ്റർ വീതിയിൽ നിന്നും 1.5 മീറ്റർ കുറച്ചാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. മണ്ണും മാലിന്യങ്ങളും ഇന്നും റോഡിന് സമീപം കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. മാത്രമല്ല KSEB പോസ്റ്റുകൾ ഇതുവരെ മാറ്റി സ്ഥാപിച്ചിട്ടുമില്ല. മഴക്കാലത്ത് വെള്ളം പോകാനായി റോഡിന്റെ പല ഭാഗത്തും കാനയും പണിതിട്ടില്ല. വിഷയത്തിൽ തെറ്റായ സർവേ നടത്തി ഭൂവുടമകളെ കണ്ണീരിലാഴ്ത്തിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധത്തിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ജനം, തൃശൂർ.